എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ, കമുങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. പാണ്ടിക്കാടിന്റെ മധുരസാന്ത്വനത്തിനായി ഒഴുകിയെത്തിയത് സഹായങ്ങളുടെ പ്രവാഹം. വിവിധ വ്യക്തികളും കൂട്ടായ്മകളും സംഘടനകളും പായസം തയ്യാറാക്കുന്നതിനുള്ള അട മുതൽ ഒരുക്കുന്നതിനുള്ള പന്തൽ വരെ സംഭാവനയായി നൽകി. 20,000 ലിറ്റർ പായസം തയ്യാറാക്കി 50 ലക്ഷം രൂപ സമാഹരിക്കുക എന്ന ലക്ഷ്യം പാണ്ടിക്കാടിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ മറ്റൊരു അധ്യായം കൂടിയായി മാറി. രോഗികൾക്ക് കൈത്താങ്ങാവാനാണ്, അവർക്ക് മികച്ച പരിചരണം നൽകാനാണ്, അവർക്കുള്ള വിവിധ ചികിത്സാ സൗകര്യങ്ങൾ പാണ്ടിക്കാട് തന്നെ ഒരുക്കാനാണ്. ഇത്രയും കേട്ടപ്പോൾ തന്നെ കരുണപറ്റാത്ത ഹൃദയങ്ങൾ മറ്റൊരു ആലോചനയ്ക്കും മുതിർന്നില്ല. 20,000 ലിറ്റർ പായസം തയ്യാറാക്കാൻ ഏകദേശം 20 ലക്ഷത്തിൽ പരം രൂപ ചിലവ് വരും. എന്നാൽ അതിലും വലിയ തുക ചലഞ്ചിന് മുൻപ് തന്നെ ലഭിച്ചു തുടങ്ങി. 100 രൂപ മുതൽ ലക്ഷങ്ങളും ഭൂമി വരെ സംഭാവനയായി നൽകിയവർ ഇക്കൂട്ടത്തിലുണ്ട്. സഹായങ്ങളുടെ പെരുമഴ തന്നെയാണ് മധുര സാന്ത്വനത്തിനായി പെയ്തിറങ്ങിയത്. ഓർഡറുകൾ സ്വീകരിക്കാൻ ആരോഗ്യപരമായ മത്സരത്തോടെ ക്ലബ്ബുകളും മുന്നിട്ടിറങ്ങി. ഇതേ ആവേശം പായസം തയ്യാറാക്കാനുള്ള സമയത്തും കാണാൻ സാധിച്ചു. തിങ്കളാഴ്ച രാത്രിയും നിരവധി കൂട്ടായ്മകൾ സഹായങ്ങൾ കൈമാറി. ഇതിലും 10,000 മുതൽ ലക്ഷങ്ങൾ വരെയുള്ള സംഖ്യകൾ സ്ഥാനം പിടിച്ചു. 1,11,011 രൂപ, അതായത് 2,100 കിലോ പഞ്ചസാരയും 300 ലിറ്റർ പാലും 550ഓളം ലിറ്റർ പായസവും ഓർഡർ ചെയ്ത് ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും കൂടെ നിന്നിട്ടുണ്ട്. പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾ എന്നും വ്യാപാരി വ്യവസായി ശക്തമായ പിന്തുണയുമായി കൂടെ ഉണ്ടാകാറുണ്ട്. എല്ലാ ജനുവരി പാലിയേറ്റീവ് ഡേ കെയർ ദിനങ്ങളിലും റോഡ് കളക്ഷൻ അടക്കം നടത്തി എല്ലാ വർഷവും സ്ഥിരമായിട്ട് 1 ലക്ഷത്തിൽ കുറയാത്ത സംഖ്യ പ്രിയപ്പെട്ട മെമ്പർമാരുടെ കൂടെ സഹായിക്കാറുണ്ട്, സഹകരിക്കാറുണ്ട്. ഈ വർഷവും ഇതിനെ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദി അറിയിക്കുകയാണ്. മികച്ച സംഘാടനം പായസ ചലഞ്ചിനെ പാണ്ടിക്കാടൻ പെരുമയുടെ ഭാഗമാക്കി. കായികവും സാമ്പത്തികവും മാനസികപരവുമായ ശേഷി ചലഞ്ചിന് സമർപ്പിക്കാൻ എത്തിയത് ആയിരങ്ങളാണ്. 1.5 ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്ന പ്രദേശത്ത് നിന്നാണ് ഇത്രയും വലിയ ചലഞ്ച് നടത്താനായത് എന്നതാണ് ഇതിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.